ഹായ് തെസ്നിംസ് ഫ്ലേവേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് മോര് കറിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള, നല്ല തിക്കായിട്ട് വരുന്ന നല്ലൊരു മോര് കറി. മോര് കറി പല തരത്തിലുണ്ടാക്കാറുണ്ട്, പലരും പല രീതിയിലാണ് ചെയ്യാറുള്ളത്. ഞാനും 2-3 തരത്തിൽ ചെയ്യാറുണ്ട്. അപ്പം ഇത് നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇത് കണ്ടോ, എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്ത കുട്ടി തുടങ്ങിയ ചോക്ലേറ്റ് ബ്രാൻഡാണ്. ഈ കുട്ടി ശരിക്കും പറയുകയാണെങ്കിൽ 2 ദിവസം മുമ്പ് തുടങ്ങിയിട്ട് അറ്റൻഡ് ചെയ്തിട്ട് 2 ദിവസം മുമ്പാണ് ഈ കുട്ടി ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ തന്നെ സെയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ ക്ലാസ്സസും നടക്കുന്നുണ്ട്. അതുപോലെ കുക്കീസ് ക്ലാസ് അറ്റൻഡ് ചെയ്ത ഒരു കുട്ടിക്ക് വലിയൊരു ബ്രാൻഡിൻ്റെ നല്ലൊരു ഓഫർ വന്നിട്ടുണ്ട്. കുറച്ച് കൂടുതൽ ആയിട്ട് സ്ഥിരമായിട്ട് ചെയ്യാനുള്ള ഒരു ഓഫർ വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കേൾക്കുമ്പോൾ എനിക്കും ഭയങ്കര സന്തോഷമാണ്. ആർക്കെങ്കിലും ഇതേപോലെ താല്പര്യം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമുക്ക് മോര് കറി എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. കുമ്പളങ്ങയാണ് തീരെ ചെറുതാക്കിയിട്ടെല്ലാം മുറിക്കുക. കുറച്ചൊരു ഇതുപോലെ ഒരു പീസസ് ആയിട്ടാണ് കട്ട് ചെയ്യുക. ഇത് 2 കപ്പുണ്ട്. സാധാരണ നമ്മളിത് അളന്നിട്ടൊന്നുമല്ല ചെയ്യുക, പക്ഷേ ഞാൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അളന്ന് നോക്കിയത്. ഇപ്പോൾ 2 കപ്പുണ്ട് കേട്ടോ. അതിലേക്ക് വെള്ളം ഒഴിക്കാം. 1 കപ്പ് വെള്ളം ഒഴിച്ചു. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ് ആവശ്യത്തിന്, അടച്ചു വെച്ച് വേവിക്കാം. 1/2 കപ്പ് തേങ്ങ, 1 കപ്പ് തൈര്, അല്ലെങ്കിൽ ഓരോരുത്തരുടെ പുളിക്കനുസരിച്ച് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. കുറച്ച് ജീരകം, ചെറിയ ജീരകം, ഒരു 1/4 ടീസ്പൂണൊന്നും ഇല്ല കേട്ടോ. കുറച്ച് നമ്മൾ സാധാരണ അരയ്ക്കാൻ കുറച്ച് എടുക്കില്ലേ, അതേപോലെ കുറച്ച്. 2 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ഇത് കൂടുതൽ വേണ്ട കേട്ടോ, വളരെ ചെറിയ കഷ്ണം ചേർത്താൽ മതി. ഇതിലേക്ക് പച്ചമുളക് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർത്താൽ മതി. 2-3 പച്ചമുളക് ചേർക്കാം. ഇനി ഇത് നന്നായിട്ട് അരച്ചെടുക്കുക. വെള്ളമൊന്നും ചേർക്കണ്ട, തൈരിലാണത് അരച്ചെടുക്കുന്നത്. വെള്ളം വറ്റി വരുന്നുണ്ട്. വെള്ളം മുഴുവൻ വറ്റിയിട്ട് നമുക്ക് തേങ്ങ അരച്ചതൊഴിക്കാം. ഇത് കുക്കാവുമ്പോഴേക്കും നമുക്ക് തേങ്ങ അരയ്ക്കാം. വെള്ളം വറ്റിയിട്ടുണ്ട്. ഇതിൽ കാര്യമായിട്ട് ഇനി ഒരു വെള്ളം എന്ന് പറയാനില്ല, അതൊരു ഇത്തിരി വെള്ളമേ വരുന്നുള്ളൂ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് വെള്ളം വറ്റി വരണം. അതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് അരച്ചതൊഴിക്കുന്നത്. ഇതിലേക്ക് വെള്ളം വറ്റിയിട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചത് ചേർക്കാം. ചെറിയ തീയിലാണ്. മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് 1 സ്പൂൺ വെള്ളം ഉണ്ടാവും. ചെറിയ തീയിൽ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമ്മളിത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. കഷ്ണം വേണമെങ്കിൽ കുറച്ച് കുറയ്ക്കാം കേട്ടോ. കഷ്ണം മോര് കറിയിൽ അതിന് മാത്രം കഷ്ണം ഇടാറില്ല. കണ്ടോ, നല്ല കുറുക്കിയ കറി ഉണ്ട. ഇത് ചെറുതായിട്ടൊന്ന് ചൂടായി, നന്നായിട്ടൊന്ന് ചൂടായാൽ മതി. അധികം തിളച്ചിട്ടുണ്ടെങ്കിൽ എന്താ വെച്ചാൽ തൈരല്ലേ, അപ്പോൾ അത് പിരിഞ്ഞു പോകും. അപ്പോൾ അത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. പെട്ടെന്ന് തന്നെ തിളച്ച് കിട്ടും. തിളച്ചു. ജസ്റ്റ് തിള വന്നപ്പോഴേക്കും ഓഫാക്കുക. കുറച്ച് സമയം കൂടി നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ പിരിഞ്ഞു. നമ്മൾ ഇളക്കി ഓഫാക്കിയ ഉടനെ ഇതിലേക്ക് ഒഴിക്കാം. വറുത്തിടാൻ വേണ്ടി വെളിച്ചെണ്ണ, കടുക്, ഉലുവ, കുറേശ്ശെ ഉണക്കമുളക്,
ട്രൈ ചെയ്ത് നോക്കൂ. ഒരു ദിവസം ഊണിന് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.